ഹായ് ഗായ്സ്, പർപ്പിൾ ആണ്. എവിടേക്ക് അന്വേഷിച്ചെന്നറിയാമോ? പത്രത്തിൽ കൊടുക്കാൻ പോയതാ. മെറ്റയില് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉള്ളത് കാരണം ഞാന് ഇൻസ്റ്റഗ്രാമില് സബ്സ്ക്രിപ്ഷൻ തുടങ്ങുന്നില്ല. നീ വിഷമിക്കാണ്ടിരി. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. ഞാൻ ആരെയും വഞ്ചിച്ചിട്ടില്ല, ചതിച്ചിട്ടുമില്ല. പിന്നെ ഈ അക്കൗണ്ടും ചിലപ്പം അടിച്ചു പോവാം. പക്ഷെ എത്ര അക്കൗണ്ട് അടിച്ചു പോയാലും ഞാൻ പുതിയ പുതിയ അക്കൗണ്ടുകൾ തുടങ്ങുന്നതായിരിക്കും. എന്നെ ഒരാളെങ്കിലും ഫോളോ ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പുതിയത് തുടങ്ങും. പൂർവാധികം ശക്തിയോടെ അവൾ തിരിച്ചു വന്നിരിക്കുകയാണ്. ചേച്ചിയുടെ 1 കോടിയോളം രൂപ സബ്സ്ക്രിപ്ഷനിലൂടെ ലഭിച്ചിരുന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അടിച്ചുപോയ കഥയൊക്കെ എല്ലാവർക്കും അറിയാലോ അല്ലെ? അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. എന്തായാലും ആ അക്കൗണ്ട് പൂട്ടിച്ചതോടെ ചേച്ചി ഇൻസ്റ്റാഗ്രാമിനോട് പിണങ്ങി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇനി സബ്സ്ക്രിപ്ഷൻ തുടങ്ങുന്നില്ല എന്നാണ് ചേച്ചിയുടെ നിലപാട്. പകരം ചേച്ചി ഒരു വെബ്സൈറ്റ് തന്നെ അങ്ങോട്ട് തുറന്നു. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ പുതിയ വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നീ അരമ്പയുടെ നിൽപ്പ് കണ്ടോ? അവളുടെ ചിരി എനിക്ക് സഹിക്കുന്നില്ല. അല്ല, അങ്ങനെ കൂടുതൽ കാണിക്കാൻ വേണ്ടി തന്നെയാണല്ലോ വെബ്സൈറ്റ് തുടങ്ങിയിരിക്കുന്നത്. സബ്സ്ക്രൈബേഴ്സിന് സന്തോഷം, അതാണ് നമ്മുടെ പർപ്പിൾ ചേച്ചിക്ക് വലുത്. ഒരു നേരം പട്ടിണി കിടന്നാലും വേണ്ടില്ല, ചേച്ചിന്റെ കലാപ്രകടനം കാണണം. ബാത്റൂമിൽ പോകണം. ഏറെക്കുറെ കാണത്തില്ല, എന്നാലും കുറച്ച് ചെറുതാണ് കിട്ടും. അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. ഒരുപാട് പേര് പറയുന്നു അവർക്ക് ചേച്ചിയെ കാണണം, ചേച്ചിയുടെ ലൈവ് അറ്റൻഡ് ചെയ്യണം. സന്തോഷം. എന്നാലും സ്വന്തം വെബ്സൈറ്റ് ഒക്കെ തുടങ്ങാന്ന് പറഞ്ഞ ചേച്ചിന്റെ ഒരു റേഞ്ചുകളൊന്ന് ആലോചിച്ച് നോക്കി. എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ കാണിച്ചതിനേക്കാളും കൂടുതൽ വെബ്സൈറ്റിൽ കാണിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാം വിധിയുടെ വിളയാട്ടം. പറഞ്ഞ പോലെ അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ.